ഹലോ, ഇതാണ് ഇടുമ്പൻകോവില്. പളനിമല കയറാൻ വരുന്നവർ ഈ ഒരു അമ്പലം കൂടി കാണണം. അതേപോലെ തന്നെ ഒരു വലിയ മല കയറി വേണം ഈ അമ്പലത്തിലെത്താൻ. നമ്മളിപ്പോൾ ഇടുമ്പൻകോവിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ആ മലയാണ് പളനിമല. പളനി മല കുഴഞ്ഞു കയറി കയറി ഇതിലോട്ട് അധികം അങ്ങനെ ആരും പോകുന്നില്ല കേട്ടോ. നമ്മളിച്ചിരി റിസ്ക് പിടിച്ച് പോവാ. ആ പള്ളി അല്ല, ആ മലയിലോട്ട് കയറാൻ എനിക്ക് ഇഷ്ടം പോലെ തിരക്കുണ്ട്. ഇവിടെ തിരക്കൊക്കെ കുറവാണ്. നമ്മൾ കയറി നോക്കുക, ആൾക്കാരൊന്നും ഇല്ല. ഇപ്പോഴേ തുറക്കൂല. 8 മണി ടു എത്ര മണി വരെയായിരുന്നു? 12:30 വരെ. 8 to 12:30 വരെ നട തുറക്കുള്ളൂ. നമ്മൾ ചുമ്മാ ഇങ്ങനെ കാണാൻ വേണ്ടി കയറുക. നമുക്കിനി ഏറ്റവും ടോപ്പ് വരെ പോകണം. മലേൻ്റെ ഏറ്റവും മണ്ടയിലാണ് മുരുകൻ്റെ ടെമ്പിൾ ഇരിക്കുന്ന പോലെ തന്നെ വേറൊരു ഇപ്പുറത്ത് തന്നെ ഉള്ളൊരു മലേൻ്റെ മുകളിലാണ് ഈ കോവിലും വരുന്നത്. അവിടെ വരുന്നവർ ഇവിടെയും കൂടെ കാണാൻ കയറണം കേട്ടോ. സൂപ്പറാണ്. ഇവിടുത്തെ ആ വ്യൂ ഒക്കെ കണ്ടോ? നല്ല രസമാട്ടോ. കുറച്ചും കൂടി രാവിലെ വന്നാൽ നല്ല രസമായിരിക്കും. ഞങ്ങൾ എത്തിയപ്പം 6:30 ഒരു 6 മണിക്ക് ഇവിടെ എത്തണം. അപ്പം നല്ല ഭംഗിയാട്ടോ ഇവിടെ. ഇവിടെ അത്ര തിരക്കൊന്നും ഇല്ല കേട്ടോ. പളനിമലേൻ്റെ അത്രയും തിരക്കൊന്നുമില്ല. ഒന്നെങ്കിൽ രാവിലെ കയറണം, ഇല്ലെങ്കിൽ രാത്രി. രാത്രി പക്ഷെ പറ്റത്തില്ല. രാത്രി ഇവിടെ ഒരു ഡേഞ്ചർ ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും അങ്ങനെ കയറ്റുന്നില്ല. അത് കാരണം മാക്സിമം രാവിലെ തന്നെ 9 മണിക്ക് മുന്നേ നിങ്ങൾ കയറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നല്ല വെയിലത്ത് പൊള്ളി തിളയ്ക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു അമ്പലം അധികം ആർക്കും അങ്ങനെ അറിയത്തില്ല എന്നാണ് തോന്നുന്നത്. അത് കാരണം അത്ര തിരക്കൊന്നുമില്ല. പക്ഷെ പളനി അമ്പലത്തിന് നല്ല തിരക്കായിരുന്നു. നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാതെയായിരുന്നു നമ്മൾ കയറിക്കൊണ്ടേ ഇരുന്നത്. അപ്പം പളനി അമ്പലത്തിൽ കാണാൻ വരുന്നവർ ഇവിടെയും കൂടെ ഒന്ന് കയറണം. എന്തായാലും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കേട്ടോ.